ഇഷ്ടപ്പെട്ടില്ല. വൈന്ന് പറഞ്ഞാൽ ഇച്ചിരി മതി. അല്ല പിന്നെ കുറെ പ്രതീക്ഷിച്ചു വന്നു, അത്ര പോരാ. പ്രഭാസ് പോരാ, പൃഥ്വിരാജ് കുഴപ്പമില്ല. കമ്പയർ ചെയ്യാൻ പറ്റില്ല. മതി മതി. എന്തോ ഇല്ല, എക്സ്പെക്ടേഷൻ്റെ അത്രയും വന്നിട്ടില്ല. റിവ്യൂ ഒന്നും പറയാനില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. KGF ശേഷം ഞാൻ ഇത്രയും ആസ്വദിച്ചൊരു മൂവി വേറെ ഇല്ല. അത്രയും വലിയ പൊളിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഓരോ ഡയലോഗിനും ഇങ്ങനെ ഗൂസ് ബംസ് ആയിരുന്നു. അത്രയും എഴുന്നേറ്റ് കൈയടിക്കാൻ തോന്നി. അത്രയും നല്ല എന്താ പറയുക, അത്രയും നല്ല രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട മൂവിയെ. പൃഥ്വിരാജും അതുപോലെ തന്നെ പ്രഭാസും, ആ രണ്ടുപേരും ഒന്നിച്ചാലുള്ള ആ ഒരു കോംബോ എങ്ങനെ ഇരിക്കും, അവരാ സ്ക്രീനിൽ വന്ന് അത്രയും നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഹൈപ്പിൻ്റെ അത്രയും പോരാ. ഇല്ല, KGF എന്നൊക്കെ ഒരു പക്ക മാസ് ആക്ഷൻ എൻ്റർടൈനർ. പ്രഭാസിൻ്റെ തിരിച്ചുവരവെന്ന് പറയാം. പൃഥ്വിരാജിനെക്കാളും ഫേസുള്ള പ്രഭാസിന് തന്നെയാണ്. ഇത് ഓൺലി നെഗറ്റീവാണ്, കുറച്ച് വയലൻസ് കുറച്ച് കൂടുതലാണ്. എന്തായാലും മാസ് ഫിലിം, ആക്ഷൻ മൂവി, ലാഗൊന്നുമില്ല, നല്ലൊരു മാസ് മൂവിയാണ്. ലിയോക്കാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. BGM നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഇത് ഈ ലെവലിലെത്തും, ജയിലറിൻ്റെ ലെവലിൽ വരുന്നുണ്ട്. 3 hours കുറച്ച് കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു എൻ്റർടൈനറാണ്. മാസ് പടം പ്രതീക്ഷിച്ചവർക്ക് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ മാസ് ത്രില്ലേഴ്സ് കണ്ട് മടുത്തിരിക്കുക, എന്നാലും നല്ലൊരു മാസ് എൻ്റർടൈനറാണ്. വയലൻസ് കുറച്ച് കൂടുതൽ, ആ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ഗംഭീര പടം, ഒരു രക്ഷയില്ല. ഇപ്പം കണ്ടിറങ്ങിയതിൻ്റെ ആ ഒരു എഫക്റ്റിലാണ്. പ്രഭാസിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മുഴുന്നുകള അഴിഞ്ഞാടൽ കാണിച്ചിട്ടുണ്ട് പ്രഭാസ്. പിന്നെ നമ്മൾ സ്വന്തം പൃഥ്വിരാജ് കൂടിയപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസൊക്കെ രോമാഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രോമാഞ്ചം. ഗംഭീരം. ആ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കൊക്കെ ആ ഒരു എഫക്റ്റ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് പൃഥ്വിരാജിനും ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ എത്താൻ പറ്റിയ ഒരു പടമാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ബാക്കിയുള്ള എഫക്ട്സും നമ്മുടെ സ്കോറിങ്ങും കാര്യങ്ങളും അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി മേക്കിംഗ് ഒക്കെ വൈസ് സൂപ്പറാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സലാറോ ഗംഭീര സിനിമയാണല്ലോ. നമ്മൾ കുറേ നാളിന് ശേഷം ആ ഒരു ഡേറ്റ് മാറ്റി വന്നു. ഫൈനലി സലാറോ നമ്മളെടുത്ത് വന്നു. ഇന്നലെ നേര് കണ്ടിറങ്ങി കഴിഞ്ഞ് ചേട്ടൻ കത്തിച്ച് വെച്ച ഒരു തീ അനിയനെ ഏറ്റെടുക്കുന്നതാണ് തിയേറ്ററിൽ ഇപ്പോൾ കണ്ടത്. പിന്നെ പ്രഭാസിൻ്റെ ഭയങ്കര ഒരു കംബാക്കാണ്. ഓഫ് കോഴ്സ് ഡയറക്ഷൻ, BGM ഒന്നും പറയാനില്ല, ക്വാളിറ്റീസ് എല്ലാം അടിപൊളിയാണ്. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ്. ക്രിസ്മസ് ചേട്ടനും അനിയനോട് അങ്ങ് തൂക്കിയെന്ന് വേണേൽ പറയാം. ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളിന് ശേഷമാണ് തിയേറ്ററിൽ ആളുകൾ കയറുന്നില്ല എന്നുള്ളൊരു കേടെന്തായാലും ഈ 2 മൂവീസ് കൊണ്ട് മാറും. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. തിയേറ്റർ വാച്ച് മൂവിയാണ്. സോ വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് പാർട്ട്.